ഹേ ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇതെന്താ സംഭവം എന്നല്ലേ? ഇതാണ് ചേനപ്പൂവ്. ഇതൊക്കെ അറിയാവുന്നവരുണ്ടാവും, എന്നാലും കുറച്ച് പേരെങ്കിലും ഇതെന്താണ് സംഭവം, ഇതെന്തിനാണ് പറിക്കുന്നതെന്ന്, ഇത് കറി വെക്കാൻ കൊള്ളാമോ എന്നൊന്നും അറിയത്തില്ലാത്ത കുറച്ച് പേര് കാണും. അവർക്കായിട്ട് വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അതാ നമ്മൾ ചേനപ്പൂ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ നന്നായിട്ട് വിരിഞ്ഞ് വന്നു കഴിയുമ്പോഴുണ്ടല്ലോ ഇത് ചീയാൻ തുടങ്ങും. ചീഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര നാറ്റമായിരിക്കും. ആ പ്രദേശത്തൊന്നും ഒരു മനുഷ്യൻ നിൽക്കാൻ പറ്റാത്ത രീതിക്കുള്ള നാറ്റമായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി വരുമ്പോൾ തന്നെ നമ്മൾ കാണുവാണെങ്കിൽ അത് പറിച്ച് കറി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇന്ന് തോരനാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇതുപോലെ ഇതൊന്ന് അടത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ സാധാരണ നമ്മൾ എന്താണോ എടുക്കുന്നത് അത് ചെറുതായിട്ട് ഇങ്ങനെ കുത്തി എരിയാറില്ലേ തോരന്, അതുപോലെ തന്നെ ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലൊന്ന് ചെറുതായിട്ട് കുത്തി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ചേനപ്പൂവ് തോരൻ കഴിച്ചിട്ടുള്ളവരും അതുപോലെ തന്നെ ഇതാദ്യമായിട്ട് കാണുന്നത് എന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതിയേ. വളരെ നല്ല ടേസ്റ്റുള്ളൊരു തോരനാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കാണുന്നവർ അതുപോലെ ഇത് തോരൻ മാത്രമല്ല മസാലയിട്ട് കറിയും ഒക്കെ വെക്കാറുണ്ട്, തീയൽ വെക്കാറുണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതും കൊണ്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു തോരനാണ്. ആദ്യം തന്നെ ഇതൊക്കെ നമുക്ക് കുനുകുനോന്ന് അരിഞ്ഞെടുക്കാവേ. പിന്നെ ഇതിനായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ തേങ്ങയാണ്. അരമുറി തേങ്ങ എടുത്തുകൊണ്ടിത്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്ന ചെറുജീരകമാണ്. ചെറുജീരകം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എരിവിനായിട്ട് നമുക്ക് കാന്താരി തന്നെ ചേർത്ത് കൊടുക്കാം. കാന്താരി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചേനയുടെ പൂവ് ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 10-15 ചുവന്നുള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കടുകാണ്. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരട്ടെ. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനപ്പൂവും അതുപോലെ തന്നെ ചുവന്നുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഈ ചേനപ്പൂവ് കാണുവാണെങ്കിൽ നിങ്ങൾ വെറുതെ കളഞ്ഞേക്കരുത്. വെറുതെ അതവിടെ നിന്ന് നാറ്റഭാഗത്തേ ഉള്ളൂ. ഇത് കഴിക്കുവാണെങ്കിൽ വളരെ ടേസ്റ്റാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കൂടിയാണിത്. അപ്പോൾ നമ്മൾ അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് കേട്ടോ. നമ്മുടെ തോരന് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് അരപ്പും ഉപ്പും ഒക്കെ കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി ഇതുപോലൊന്ന് 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഒരാവി കയറി കഴിഞ്ഞ് അത് നന്നായിട്ട് തോർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ചേനപ്പൂ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്നും വിചാരിക്കുന്നു. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. ചേനപ്പൂവിൻ്റെ തോരൻ ആദ്യമായിട്ട് കാണുന്നവരും അതുപോലെ തന്നെ കഴിച്ചിട്ടുള്ളവരും ഒക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ആക്കി വെക്കാൻ മറക്കല്ലേ.